ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന രണ്ട് കമ്പനികളാണ്. സോ ഇവരുടെ പീർസ് ആയിട്ടുള്ള രണ്ട് കമ്പനികളിൽ ഓൾറെഡി നമ്മൾ റിസൾട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഡോംസിന്റെ ആണെങ്കിലും അതേപോലെ തന്നെ ഫ്ലെയറിന്റെ ആണെങ്കിലും. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ രണ്ട് കമ്പനികൾ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ലിങ്ക് ലിമിറ്റഡും അതേപോലെ തന്നെ കോക്കിയോ ക്യാമലുമാണ്. ഈ നാല് കമ്പനികൾ ഒരേ സെക്ടറിൽ നിന്ന് വരുന്ന കമ്പനികളാണ്. ഇവരുടെ നാല് പേരുടെ ബിസിനസ് അനാലിസിസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ രണ്ട് കമ്പനികളോട് ഡിസ്കസ് ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റേ രണ്ടും നമ്മൾ സംസാരിച്ചു, അവർ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഇനി ഈ കമ്പനികളിലൂടെ രണ്ടോട് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു സെക്ടറിൽ ആരൊക്കെയാണ് ലീഡ് ചെയ്യുന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കാര്യങ്ങൾ കിട്ടും. സോ ആ രീതിയിൽ നമ്മളിപ്പോൾ ലിങ്ക് ലിമിറ്റഡിന്റെ കാര്യം നോക്കിയാൽ ലിങ്കിന്റെ റവന്യൂ ഗ്രോത്ത് നോക്കിയാൽ ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഏകദേശം 10% റവന്യൂ ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 14% പ്രോഫിറ്റ് ഡീ ഗ്രോത്ത് ആണ് ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് വന്നിട്ടുള്ളത്. അത് ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ അവരുടെ റവന്യൂവിൽ ഗ്രോത്ത് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. റവന്യൂ ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ പ്രോഫിറ്റ് നോക്കിയാൽ പ്രോഫിറ്റ് 14% ഡീ ഗ്രോത്ത് ആണ്. അപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാലും ഇയർ ഓൺ ഇയർ നോക്കിയാലും അവരുടെ റവന്യൂവിൽ ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എബിറ്റ മാർജിൻസ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഓൺ ഇയർ ഫുൾ ഇയറിൽ ഫൈനാൻഷ്യൽ ഇയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഡീ ഗ്രോത്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഇപ്പോൾ ഡോംസിന്റെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ലെയറിന്റെ കാര്യമാണെങ്കിലും ഡോംസിന് ഏകദേശം 18-19% റവന്യൂ ഗ്രോത്ത് ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ 21% ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു റവന്യൂവിൽ. പ്രോഫിറ്റിൽ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ പോലും 12-13% ഗ്രോത്ത് പ്രോഫിറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫ്ലെയറിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവർക്ക് ഏകദേശം 8% ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 16% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അവർക്ക് ഈ ക്വാർട്ടറിലാണെങ്കിലും Q4 അല്ലെങ്കിൽ ഫുൾ ഫൈനാൻഷ്യൽ ഇയറിലാണെങ്കിലും ഈ പറഞ്ഞ ഫ്ലെയറിന് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 18% മുകളിലായിരുന്നു അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് എന്ന് പറഞ്ഞത്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ലിങ്കിന്റെ കാര്യത്തിൽ പറഞ്ഞാൽ അവർക്ക് ഫുൾ ഇയർ നോക്കുന്ന സമയത്ത് റവന്യൂവിൽ ഏകദേശം ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് റവന്യൂ ഇരിക്കുന്നത്. അത് പ്രോഫിറ്റിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഏകദേശം 14% പ്രോഫിറ്റിൽ ഡീ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതിനേക്കഴിഞ്ഞ് കൂടുതൽ പ്രശ്നമായിട്ടുള്ളത് വെച്ചാൽ മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് റോ മെറ്റീരിയൽ പ്രൈസിന്റെ കാര്യം അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വാർ നടക്കുന്നതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മാർജിൻസിനെ അഫക്ട് ചെയ്യുന്നുള്ള കാര്യം പറയുന്നു. അതുപോലെ തന്നെ വാർ നടക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറഞ്ഞ എക്സ്പോർട്ട് കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ കഴിഞ്ഞ വർഷം ഇവരുടെ കോർപ്പറേറ്റ് ഓർഡേഴ്സ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് കഴിഞ്ഞ വർഷം കുറച്ചുകൂടി കൂടുതൽ ഗ്രോത്ത് കിട്ടി. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ബേസ് കൂടുതലാണ്. അതുകൊണ്ട് അതിന് മുകളിൽ ഇനി പെർഫോം ചെയ്യുമ്പോഴത്തേന് അത്രയും ഗ്രോത്ത് വരാനുള്ള സാധ്യത ഇല്ലെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നു. സോ അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കഴിഞ്ഞ വർഷം അത്രയും ഗ്രോത്ത് വന്നെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി അതിൽ കൂടുതൽ ഗ്രോത്ത് വരുന്ന ഒരു കമ്പനി ആയിരിക്കണം. അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ അവർക്ക് പെർഫോം ചെയ്യാൻ സാധിക്കണം. അല്ലാത്തൊരു കമ്പനിയിൽ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ ഇടേണ്ട ആവശ്യമില്ല. സോ അത് നോക്കുമ്പോൾ അതൊരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മാനേജർ പറയുന്നത് ഇവർക്ക് ഈ റോ മെറ്റീരിയൽ പ്രൈസ് കാരണം ഇവരുടെ മൊത്തത്തിൽ കോസ്റ്റ് ഇൻക്രീസ് ആവുന്നത് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് പാസ് ത്രൂ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം ഫുൾ ആയിട്ട്. പക്ഷേ അത് ഡോംസിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്ലെയറിന്റെ കാര്യത്തിലാണെങ്കിലും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കസ്റ്റമേഴ്സിലേക്ക് അവർ പാസ് ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ റോ മെറ്റീരിയൽ പ്രൈസ് ഇൻക്രീസ് ആവുന്നതിന്റെ കാര്യങ്ങളൊക്കെ. സോ അത് അവർക്ക് ബ്രാൻഡ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈസി ആയിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. പക്ഷേ ലിങ്കിന്റെ കാര്യത്തിൽ മാനേജ്മെന്റ് പറയുന്നത് അത് ഫുൾ ആയിട്ട് അവർക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം തന്നെയാണ്. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ മാനേജ്മെന്റ് കമന്ററി മൊത്തത്തിൽ നെഗറ്റീവ് ആയിട്ട് തന്നെ. അതായത് അടുത്ത ക്വാർട്ടറുകളിലോ അല്ലെങ്കിൽ ഈ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ അത്ര നല്ല റിസൾട്ട് നമുക്ക് ഈ ഒരു സെക്ടറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ ഈ ഒരു കമ്പനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഡോംസ് ആണെങ്കിലും ഫ്ലെയർ ആണെങ്കിലും ഇവരെ കഴിഞ്ഞാൽ ഒരുപാട് ബെറ്റർ ആയിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ മാനേജ്മെന്റ് കമന്ററി അനുസരിച്ചിട്ട് അവർ രണ്ടുപേരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ലിങ്ക് എനിക്ക് അത്ര ഒരു നല്ലൊരു കമ്പനിയായിട്ട് തോന്നുന്നില്ല ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ. ഇവിടെ നമുക്ക് പി റേഷ്യോന്റെ ഒരു കോമഡി കാണാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ലിങ്കിന്റെ പി റേഷ്യോ നോക്കി കഴിഞ്ഞാൽ ലിങ്കിന്റെ പി റേഷ്യോ ഇപ്പോൾ ഉള്ളത് 16 ഫോർവേഡ് പി അല്ല, കറണ്ട് ഇപ്പോൾ ഉള്ള പി റേഷ്യോന്റെ കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ ഡോംസിന്റെ അടുത്ത് നോക്കിയാൽ ഏകദേശം 60 അടുത്താണുള്ളത്. അല്ലെങ്കിൽ ഫ്ലെയറിന്റെ അടുത്ത് നോക്കിയാൽ 22-23 അവരുടെ ഫ്ലെയറിന്റെ പി റേഷ്യോ ഉള്ളത്. സോ ആ ഒരു രീതിയിൽ നമ്മളിവിടെ ലിങ്കിന് നോക്കുമ്പോൾ ലിങ്ക് 14-15 ആ ഒരു 16 താഴെയാണ് അവരുടെ പി റേഷ്യോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ല പിയിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടല്ലാതെ നല്ലൊരു സ്റ്റോക്ക് അവൈലബിൾ ആണെന്നുള്ള ഒരു ഫീൽ വന്നേക്കാം. സോ അതാണ് ഈ പി റേഷ്യോ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുള്ള പ്രശ്നം. ഗ്രോത്തിന്റെ ഒരു പെർസ്പെക്ടീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഈ 3 കമ്പനികളിൽ ഏറ്റവും മോശമായിട്ട് തന്നെയാണ് ലിങ്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് സംസാരിക്കാനുള്ള കോക്കിയോ ക്യാമലിനാണ്. ക്യാമലിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് അധികം കാര്യങ്ങളൊന്നും പറയാനായിട്ടല്ല. ക്യാമലിന്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാർട്ടറിൽ അവർക്ക് 13% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അത് ഫുൾ ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ 6% റവന്യൂ ഗ്രോത്ത് ആണ് കമ്പനിയിൽ മൊത്തത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിയാൽ പ്രോഫിറ്റിൽ ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. 34% ഡീ ഗ്രോത്ത് ആണ് പ്രോഫിറ്റിൽ ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 13% റവന്യൂ ഗ്രോത്ത് വന്നെങ്കിലും 34% അവർക്ക് പ്രോഫിറ്റിൽ ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. മാർജിൻസിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് റോ മെറ്റീരിയൽ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയതുകൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഇവിടെ മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ കമ്പനിയുടെ PPT കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നും അറിയില്ല. ജസ്റ്റ് നമുക്ക് ആ റോ ആയിട്ടുള്ള അവരുടെ റിസൾട്ടിന്റെ നമ്പർ ഫിഗേഴ്സ് മാത്രമേ നമുക്ക് അറിയുള്ളൂ. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് പോയിട്ട് അവർക്ക് പ്രോഫിറ്റിലെ ഡീ ഗ്രോത്ത് ആണ് വന്നിട്ടുള്ളത്. അത് ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 300% പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നായിട്ട് കാണാം. അത് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഇവർ ഭയങ്കര മോശമായിട്ട് പെർഫോം ചെയ്തുകൊണ്ട് അവരുടെ പ്രോഫിറ്റ് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ ഏകദേശം 90% ഡീ ഗ്രോത്ത് ചെയ്തിരുന്നു. ഏകദേശം 6 കോടിയായിട്ട് അവരുടെ പ്രോഫിറ്റ് മാറിയിരുന്നു. അവിടുന്ന് 25 കോടിയായിട്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 300% ഗ്രോത്ത് കാണിക്കുന്നത്.
അതല്ലാതെ കഴിഞ്ഞ ക്വാർട്ടറിൽ അവർക്ക് അത്രയും വലിയ ബേസ് ഇല്ല, അവരുടെ ബേസ് ഭയങ്കര താഴെയായിരുന്നു, അതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. അതല്ലാതെ എക്സലന്റ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല. പിന്നെ നോക്കിയാൽ മൊത്തത്തിൽ നമുക്കിപ്പോൾ ഒരു വാറിന്റെ സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ക്യാമലിൽ ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക ലിങ്കിനെ കഴിഞ്ഞൊക്കെ മുകളിൽ പെർഫോം ചെയ്യുന്ന ഒരു സ്റ്റോക്കായിട്ട് ഫീൽ ചെയ്തത്. കാരണം എന്താ വെച്ചാൽ അവർ ആ ഒരു മോശം സിറ്റുവേഷനിൽ നിന്ന് അത്യാവശ്യം റവന്യൂ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു വാറിന്റെ പ്രശ്നം ഇല്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നല്ലൊരു ഗ്രോത്ത് ഒക്കെ വന്നേനെ. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഒരുപക്ഷെ ഇത് പ്രോഫിറ്റ് കുറച്ചുകൂടെ നല്ലൊരു സ്റ്റോക്കായിട്ട് ഫീൽ ചെയ്തത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ അത്ര നല്ലൊരു സ്റ്റോക്കായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഈ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ കോക്യു ക്യാമലിനാണെങ്കിലും ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നല്ലൊരു ബെറ്റായിട്ട് ഫീൽ ചെയ്യുന്നില്ല. സെയിം ടൈമിൽ ഡോംസും ഫ്ലെയറും അത്യാവശ്യം നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ രണ്ടുപേരിൽ ആരാണ് ഏറ്റവും നന്നായിട്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ പെർഫോം ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അടുത്ത Q1 റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് ഡോംസിന്റെ റിസൾട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്ലെയറിന്റെ റിസൾട്ട് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ട്. കാരണം അടുത്ത ക്വാർട്ടറിൽ ഇവരുടെയൊക്കെ മാർജിൻസ് എങ്ങനെയാണ് അഫക്ട് ചെയ്യാൻ പോകുന്നത്, സോ അതിനെ എങ്ങനെ ഇവർ ഓവർകം ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ആ ഒരു സമയം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ധാരണ കിട്ടും. എന്തായാലും ഈ ബാക്കിയുള്ള രണ്ട് സ്റ്റോക്കുകൾ വെച്ച് നോക്കുമ്പോഴത്തേന് ഫാർ ബെറ്റർ ആയിട്ട് തന്നെയാണ് ഡോംസും ഫ്ലെയറും നിൽക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ ഈ ഒരു സെക്ടറിനെ പറ്റിയിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് കാര്യങ്ങളായിട്ടൊന്നും എടുക്കരുത്. ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ഞാൻ എങ്ങനെയാണ് സ്റ്റോക്കുകളെ നോക്കുന്നത്, അല്ലെങ്കിൽ ഗ്രോത്തിന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ അവരുടെ വാല്യൂഷൻ്റെ ഒക്കെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.